സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ക്രിസ്തീയ പഠന ഭാഗങ്ങളിൽ വിശദീകരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. വീണ്ടും ജനനം. എന്താണ് ഈ ആശയം? ഈ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ശരിയാണ്. ഈ പഠനങ്ങൾ അല്ലെങ്കിൽ ഈ സ്രോതസ്സുകൾ പ്രധാനമായും തുടങ്ങുന്നത് തന്നെ മനുഷ്യരെ രണ്ടായിട്ട് തിരിച്ചുകൊണ്ടാണ്. ഓക്കെ. ഒന്ന് സ്വാഭാവിക മനുഷ്യൻ, നാച്ചുറൽ മാൻ. പിന്നെ ആത്മീയ മനുഷ്യൻ, സ്പിരിച്വൽ മാൻ. ആ വ്യത്യാസം. അതെ, ഈ വേർതിരിവ് വിശദീകരിക്കാനായിട്ട് പ്രധാനമായും 2 വേദഭാഗങ്ങളാണ് ഈ പഠനങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ആദ്യത്തെ ലേഖനം 2-ാം അധ്യായം, പിന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ശരി. അപ്പോ ഈ സ്വാഭാവിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, എന്താണ് ആ വ്യത്യാസം? ഈ പഠനങ്ങൾ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? അതെ, ഈ സ്വാഭാവിക മനുഷ്യൻ ഗ്രീക്കിൽ സൈക്കിക്കോസ് ആന്ത്രോപോസ് എന്ന് പറയും. സൈക്കിക്കോസ്. ഈ പഠനം പറയുന്നത് ഇയാൾ പൂർണ്ണമായും അവൻ്റെ മാനുഷികമായ തലത്തിൽ മാത്രം ജീവിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, വികാരങ്ങൾ. സാധാരണ മനുഷ്യൻ. അതെ, സാധാരണ മനുഷ്യൻ. പക്ഷേ ഈ പഠനമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പോ സ്വാധീനമോ ഇല്ലാത്ത ഒരാൾ. ഓഹോ. അയാൾ ഒരുപക്ഷെ നല്ലവനായിരിക്കാം, ഭയങ്കര ബുദ്ധിയുള്ള ആളായിരിക്കാം, ധാർമ്മിക ബോധമുള്ള ആളായിരിക്കാം. പക്ഷേ ദൈവികമായ കാര്യങ്ങൾ, ആത്മീയ സത്യങ്ങൾ അത് ഗ്രഹിക്കാൻ ഈ മാനുഷിക യുക്തി മാത്രം പോരാ എന്നാണ് ഈ സ്രോതസ്സുകൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുരിശുമരണമൊക്കെ ലോകത്തിനൊരു ഭോഷത്വമായി തോന്നുന്നത്. കൃത്യം. 1 കൊരിന്ത്യർ 2:14 ഉദ്ധരിക്കുന്നുണ്ട് ഈ പഠനങ്ങളിൽ. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമത്രേ. ഭോഷത്വം. അതെ, ആത്മീയമായി വിവേചിക്കേണ്ടതുകൊണ്ട് അതവന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നും പറയുന്നു. എന്നാൽ വിശ്വാസിക്കത് ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാണ്. അതെ, അതാണ് വ്യത്യാസം. അപ്പോൾ ആരാണ് ആത്മീയ മനുഷ്യൻ? അതാണ് അടുത്ത ചോദ്യം. ന്യൂമാറ്റിക്കോസ് ആന്ത്രോപോസ് എന്ന ഗ്രീക്കിൽ പറയും. ഈ പഠനം പറയുന്നത് ഇയാൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളാണ്. ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിതെറ്റുകൾ വിവേചിച്ചറിയാനും ഒരു പ്രത്യേക കഴിവ്, ഒരു പുതിയ തലം അയാൾക്ക് കിട്ടുന്നു. ഈ ക്രിസ്തുവിന്റെ മനസ്സ് എന്നൊക്കെ പറയുന്നതോ? അതെ അതെ, 1 കൊരിന്ത്യർ 2:16 അതാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾക്കപ്പുറം ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാട് കിട്ടുന്നു. കാര്യങ്ങളെ അങ്ങനെ കാണാൻ തുടങ്ങുന്നു. ഓക്കേ, ഇത് കേവലം ബുദ്ധിയല്ല, ഒരു ആത്മീയ തിരിച്ചറിവാണ്. ശരിയാണ്, ആത്മാവിലുള്ള ഒരു വെളിപാട്. ശരി. അപ്പോൾ ഈ അടിസ്ഥാനം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നിക്കോദേമോസിന്റെ അടുത്തേക്ക് വരാം. യോഹന്നാൻ 3. ആരായിരുന്നു അദ്ദേഹം? നിക്കോദേമോസ് ഒരു സാധാരണക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു പരീശനായിരുന്നു. പരീശൻ, യഹൂദ പ്രമാണി. അതെ, ന്യായാധിപ സംഘത്തിലെ ഒരു അംഗം, നല്ല അറിവും സ്ഥാനവുമുള്ള ആള്. ദൈവഭക്തനുമായിരുന്നു അല്ലേ? തീർച്ചയായും, ധാർമ്മിക ബോധമുള്ളയാൾ. അതുകൊണ്ടാണല്ലോ രാത്രി യേശുവിനെ കാണാൻ വരുന്നത്. യേശുവിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. യേശു ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്ന ഉപദേഷ്ടാവാണെന്ന് സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരാളോടാണ് യേശു പറയുന്നത്, നീ വീണ്ടും ജനിക്കണം. അതെന്തൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലേ? അതെ, കാരണം നിക്കോദേമോസിന്റെ ജീവിതം പുറമേ നോക്കിയാൽ ഒരു കുഴപ്പവുമില്ല. നിയമം അനുസരിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അതെ, പക്ഷെ യേശു പറയുന്നത് അതല്ല കാര്യം. ഉള്ളിലൊരു മാറ്റം വരണം, അടിസ്ഥാനപരമായ മാറ്റം. ആ കണ്ണാടിയുടെ ഉപമ ഓർക്കുന്നു. നിയമം കണ്ണാടി പോലെയാണ്, മുഖത്തെ അഴുക്ക് കാണിച്ചു തരും. പക്ഷെ കഴുകിക്കളയാൻ പറ്റില്ല. അതിന് വെള്ളം വേണം. അതുപോലെ നിയമത്തിന് പാപം എന്താന്ന് പറയാനേ പറ്റൂ, മോചനം തരാൻ പറ്റില്ല. അതിനാണ് വീണ്ടും ജനനം. അതെ, അതിനാണ് ഈ വീണ്ടും ജനനം ആവശ്യം എന്ന് യേശു പറയുന്നത്. നിക്കോദേമോസിന്റെ സംശയം അത് വളരെ സ്വാഭാവികമാണല്ലേ? വയസ്സായ ആളെങ്ങനെയാ വീണ്ടും ജനിക്കുക? അമ്മയുടെ വയറ്റിൽ കയറാൻ പറ്റുമോ? അതെ, യേശുവിന്റെ മറുപടി ശ്രദ്ധേയമാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളം, ആത്മാവ്. എന്താണ് ഈ വെള്ളം? അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ ദൈവവചനം എന്ന് പറയുന്നു, ചിലർ മാനസാന്തരത്തിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രതീകമായിട്ട് കാണുന്നു. ഓക്കെ. പക്ഷേ ആത്മാവിനാൽ ജനിക്കുക എന്നത് വ്യക്തമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ നേരിട്ടുള്ള പ്രവൃത്തിയാണ്. യേശു പിന്നെ പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. അതെ, ആ വ്യത്യാസം. സ്വാഭാവിക ജനനം നമുക്ക് തരുന്നത് മനുഷ്യന്റെ പ്രകൃതമാണ്. പക്ഷേ ഒരു പുതിയ ആത്മീയ പ്രകൃതം കിട്ടാൻ ദൈവാത്മാവ് പ്രവർത്തിക്കണം. അതെ, അത് കൂടിയേ തീരൂ. പിന്നെ ആ കാറ്റിന്റെ ഉപമയില്ലേ, അതും രസകരമാണ്. കാറ്റ് എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നൊന്നും നമുക്കറിയില്ല.
പക്ഷെ അതിൻ്റെ ഒരു ശക്തിയുണ്ട്, ശബ്ദം കേൾക്കാം. അതുപോലെയാണ് ആത്മാവിനാൽ ജനിച്ചവൻ. ജനനം എന്നത്, ഈ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നത് ഒരു ഭൗതിക കാര്യമല്ല, കാണാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഫലം ജീവിതത്തിൽ കാണും. ഇസ്രായേലിലെ ഗുരുവായിരുന്നിട്ടും നിക്കോദേമോസിന് ഇത് മനസ്സിലാകുന്നില്ല എന്ന് യേശു പറയുന്നുണ്ടല്ലോ. അതെ, അത് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നു. സ്വാഭാവിക മനുഷ്യന് ആത്മീയ കാര്യങ്ങൾ ഭോഷത്വമായി തോന്നുന്നു. ഗ്രഹിക്കാൻ ഒരു പരിമിതിയുണ്ട്. ശരി, ഇനി മറ്റു ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഈ പഠനങ്ങൾ ശൗലിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നീട് പൗലോസായി മാറിയ ആള്. ശൗൽ ഒരു ശക്തമായ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ദൈവത്തിനു വേണ്ടി വലിയ തീക്ഷ്ണതയായിരുന്നു. നിയമമനുസരിക്കുന്നതിൽ, പാരമ്പര്യം കാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചത് പോലും ദൈവത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ചാണ്. അതെ, ആ ഒരു ബോധ്യത്തിലായിരുന്നു. പക്ഷേ ദമസ്കോസിലേക്കുള്ള വഴിയിൽ വെച്ച് ആ അനുഭവം, ക്രിസ്തുവിന്റെ ദർശനം, അത് അദ്ദേഹത്തെ അടിമുടി മാറ്റി. അതൊരു വെറുമൊരു അഭിപ്രായമാറ്റമല്ല. പഴയ ആളെ കുറച്ചുകൂടി നന്നാക്കുകയല്ല സംഭവിച്ചത്. അല്ല. ഈ പഠനങ്ങൾ അതിനെ പുഴു ചിത്രശലഭമായി മാറുന്നതിനോടാണ് ഉപമിക്കുന്നത്. ആ ഉപമ വളരെ ശക്തമാണ്. 2 കൊരിന്ത്യർ 5:17. അതെ, പുഴുവും ചിത്രശലഭവും ഒന്നാണെങ്കിലും രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? രൂപത്തിലും ഭാവത്തിലും ജീവിതത്തിലുമെല്ലാം. ചിത്രശലഭം ഒരു മെച്ചപ്പെട്ട പുഴുവല്ല, അത് വേറൊന്നാണ്. അതുപോലെ വീണ്ടും ജനനം എന്നത് പഴയ മനുഷ്യനെ മിനുക്കിയെടുക്കലല്ല, അതൊരു പുതിയ സൃഷ്ടിയാണ്. അതെ, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി. പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി എന്ന് പൗലോസ് തന്നെ പറയുന്നു. ശൗലിന്റെ ജീവിതം അതിന് തെളിവാണ്. ഇനി കൊർണേലിയോസിന്റെ കാര്യം നോക്കാം. അപ്പസ്തല പ്രവൃത്തികൾ 10:11. അദ്ദേഹവും നല്ല മനുഷ്യനായിരുന്നു. വളരെ നല്ല മനുഷ്യൻ, ഭക്തൻ, പ്രാർത്ഥിക്കുന്നയാൾ, ദാനം ചെയ്യുന്നയാൾ, ഒരു റോമൻ ശതാധിപനാണ്. എന്നിട്ടും അദ്ദേഹത്തിന് പത്രോസിൽ നിന്ന് ചിലത് കേൾക്കണമായിരുന്നു. അതെ, അതാണ് ശ്രദ്ധേയമായ കാര്യം. കൊർണേലിയോസ് യഹൂദനല്ലെങ്കിലും യഹോവയെ ഭയന്ന് ജീവിച്ചു. ഈ പഠനം അതാണോ പറയുന്നത്? ഈ വ്യാഖ്യാനം അനുസരിച്ച് അതെ. കൊർണേലിയോസിന്റെ ഭക്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. അത് ദൈവത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ രക്ഷയ്ക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് വിശ്വസിക്കണമായിരുന്നു. പത്രോസ് വന്ന് പ്രസംഗിച്ചപ്പോ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അതെ, അപ്പോൾ രക്ഷ എന്നത് കൃപയാൽ വിശ്വാസം മൂലം ലഭിക്കുന്ന ദാനമാണ്, പ്രവൃത്തിയുടെ ഫലമല്ല. എഫേസ്യർ 2:8-9. കൊർണേലിയോസിന്റെ ഭക്തി വഴിയൊരുക്കി, പക്ഷേ രക്ഷ വന്നത് ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോഴാണ്. അതാണ് ഈ പഠനം ഊന്നി പറയുന്നത്. ഇനി ധനവാന്റെയും ലാസറിന്റെയും കഥ. ലൂക്കോസ് 16. സാധാരണ നമ്മൾ ധനവാന്റെ പണക്കുതിയാണ് ഓർക്കുക. ഈ പഠനം അതിലെ വേറൊരു കാര്യത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്താണത്? ധനവാന്റെ പ്രശ്നം അവന്റെ പണമോ ആഡംബരമോ ആയിരുന്നില്ല, മറിച്ച് അവൻ ദൈവവചനത്തെ, അതായത് അന്ന് ലഭ്യമായിരുന്ന മോശയെയും പ്രവാചകന്മാരെയും തീരെ ഗൗനിച്ചില്ല എന്നതാണ്. ലാസറിനെ ശ്രദ്ധിക്കാതിരുന്നത് പോലും അതിന്റെ ഭാഗമായിരുന്നു. അതെ, അവൻ ദൈവവചനത്തിന് ചെവി കൊടുത്തില്ല, അതുകൊണ്ട് മറ്റുള്ളവരെയും ശ്രദ്ധിച്ചില്ല. മരണശേഷം നരകത്തിൽ കിടക്കുമ്പോഴും അവൻ എന്താ പറയുന്നത്? മരിച്ചവരിൽ നിന്നൊരാൾ പോയി സഹോദരന്മാരോട് പറയണം. അപ്പോഴും അവൻ മോശയെയും പ്രവാചകന്മാരെയും വിശ്വസിക്കാൻ തയ്യാറല്ല. ദൈവവചനത്തെക്കാൾ വലിയ തെളിവ് വേണം അവനെ. അപ്പോ ധനവാന്റെ പ്രധാന പാപം ദൈവവചനം തള്ളിക്കളഞ്ഞതാണ്. അതെ, ഈ വ്യാഖ്യാനം അനുസരിച്ച് അതാണ്. ഇത് കയീന്റെ വഴിയുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ഈ പഠനം. കയീനും ഹാബേലും. ഉൽപ്പത്തി 4. രണ്ടുപേരും യാഗം കഴിച്ചു. കയ്യൻ കൊണ്ടുവന്നത് തന്റെ അധ്വാനത്തിന്റെ ഫലം, കൃഷിവിളവ്, സ്വന്തം പ്രയത്നം. അതെ. ഹാബേലോ ആട്ടിൻകുട്ടിയെ, രക്തം ചിന്തിയുള്ള യാഗം. ദൈവം ഹാബേലിന്റെ യാഗം സ്വീകരിച്ചു, കയ്യിന്റേത് സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? ഈ പഠനം പറയുന്നത് കയ്യന്റെ വഴി എന്നത് സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നതിന്റെ പ്രതീകമാണ്. എന്റെ നല്ല പ്രവൃത്തികൾ ദൈവത്തിന് കൊടുക്കുന്നു. ഹാബേലിന്റേതോ? അത് വിശ്വാസത്തിന്റെ വഴിയാണ്. പാപപരിഹാരത്തിന് രക്തം വേണമെന്ന ദൈവീക തത്വം അംഗീകരിക്കുന്നു. വരാനിരിക്കുന്ന യേശുവിന്റെ യാഗത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. അപ്പോ കയ്യിന്റെ വഴി പ്രവൃത്തിയുടെ വഴി, ഹാബേലിന്റെ വഴി വിശ്വാസത്തിന്റെ വഴി. അതെ, ധനവാന്റെ പ്രശ്നവും അതായിരുന്നു. ദൈവത്തിന്റെ വഴി സ്വീകരിക്കാതെ സ്വന്തം വഴിക്ക് പോയി. അതാണ് കയ്യിന്റെ വഴി. ശരി, ഈ ഉദാഹരണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഈ പഠനമനുസരിച്ച് വീണ്ടും ജനിക്കുക എന്നതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ കാതൽ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു മതപരമായ ചടങ്ങോ സ്വഭാവം നന്നാക്കലോ ഒരു തീരുമാനമെടുക്കലോ അല്ല. അതിനപ്പുറം. അതെ, ഇത് ദൈവാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ചെയ്യുന്ന ഒരു അത്ഭുതകരമായ പ്രവൃത്തിയാണ്. അമാനുഷികമാണ്. അതിലൂടെ എന്ത് കിട്ടുന്നു? പുതിയൊരു ജീവൻ, ദൈവത്തിൽ നിന്നുള്ള ഒരു പുതിയ സ്വഭാവം.
യോഹന്നാൻ 1:12-13 ഓർമ്മയില്ലേ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ജഡത്തിന്റെ ഇഷ്ടത്താലോ പുരുഷന്റെ ഇഷ്ടത്താലോ അല്ല. ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. ഇത് പൂർണ്ണമായും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പോ ആദാമിൽ നഷ്ടപ്പെട്ട ആ ദൈവവുമായുള്ള ബന്ധം അത് പുനഃസ്ഥാപിക്കപ്പെടുന്നു. ആത്മീയ മരവിപ്പിൽ നിന്ന് ജീവനിലേക്ക് വരുന്നു. ക്രിസ്തുവുമായി ഒന്നിക്കുന്നു. പാപക്ഷമ ലഭിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നു. അതെ, ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് വരുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണോ? അതോ? അല്ല. യേശു നിക്കോദേമോസിനോട് പറഞ്ഞത് ഓർക്കുക. നിങ്ങൾ വീണ്ടും ജനിക്കണം. യു മസ്റ്റ് ബി ബോൺ അഗൈൻ. അതൊരു നിർബന്ധമാണോ? അതെ, അതൊരു കൽപ്പനയാണ്. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ, ദൈവവുമായി ശരിയായ ബന്ധത്തിലാകണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. ഇത് പ്രവൃത്തി കൊണ്ട് നേടാൻ പറ്റില്ല. മതപരമായ കാര്യങ്ങൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ പറ്റില്ല. ഇത് വിശ്വാസത്തിലൂടെയാണ്. റോമർ 10:9-10 പറയുന്ന പോലെ, യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അതെ, ഇത് ദൈവത്തിന്റെ കൃപയാണ്, സൗജന്യ ദാനമാണ്. പക്ഷേ നമ്മളത് വിശ്വസിച്ച് സ്വീകരിക്കണം. ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ലൂക്കോസ് 16:15. ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവസന്നിധിയിൽ അറപ്പാകുന്നു. പരീശന്മാരെ നോക്കി പറഞ്ഞതാണ്. അതെ, അവർ പുറമേ ഭയങ്കര ഭക്തരായിരുന്നു. ആളുകൾ ബഹുമാനിച്ചു. പക്ഷെ ദൈവം അവരുടെ ഹൃദയം കണ്ടു. അപ്പോ ലോകം വലുതെന്ന് കരുതുന്ന കാര്യങ്ങൾ, സ്ഥാനം, പണം, വിദ്യാഭ്യാസം, ഭക്തിയുടെ പുറമേയുള്ള പ്രകടനം, അതൊന്നും ദൈവത്തിന്റെ മുന്നിൽ ഒരാളെ സ്വീകാര്യനാക്കുന്നില്ല. ദൈവത്തിന് വേണ്ടത് ഉള്ളിലെ മാറ്റമാണ്. ഹൃദയത്തിലെ മാറ്റം, ആത്മാവിലെ ആ പുതിയ ജനനം, അതാണ് പ്രധാനം. പുറമേയുള്ളതോ ആളുകളുടെ അംഗീകാരമോ അല്ല. വളരെ വ്യക്തം. അപ്പോൾ ഈ വീണ്ടും ജനനം എന്ന ആശയത്തെക്കുറിച്ച് നിങ്ങൾ നൽകിയ ഈ പഠനഭാഗങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. സ്വാഭാവിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം വെറും മതാനുഷ്ഠാനങ്ങളോ നല്ല പ്രവൃത്തികളോ മാത്രം പോരാ എന്ന വാദം, അതെ, യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ആത്മാവിനാൽ ലഭിക്കുന്ന ആന്തരിക രൂപാന്തരത്തിന്റെ, അതായത് വീണ്ടും ജനനത്തിന്റെ ഒരു നിർബന്ധിത ആവശ്യം, ഇതൊക്കെയാണ് ഇതിലെ പ്രധാന പോയിന്റുകൾ. ശരിയാണ്. ചുരുക്കത്തിൽ അതാണ് ഈ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പുറമേ കാണുന്ന മതജീവിതവും ഉള്ളിൽ സംഭവിക്കുന്ന ആത്മീയമായ പുനർജനനവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഈ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ രക്ഷയ്ക്ക് ഈ പുനർജന്മം അടിസ്ഥാനപരമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ചിന്തയ്ക്ക് വേണ്ടി പറയാം. ഒരു വ്യക്തിയുടെ ഉള്ളിലെ മാറ്റത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു വീക്ഷണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള മറ്റ് ആത്മീയ ചിന്തകളുമായി, അല്ലെങ്കിൽ ധാർമ്മികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമായി, മതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണകളുമായി എങ്ങനെയാണ് ഒത്തുപോകുന്നത്? എവിടെയാണ് വ്യത്യാസങ്ങൾ? അതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്.